ദശാവതാരത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതിനുള്ളിലാണ്. ഇൻസൈഡ് പോകുമ്പോൾ നമുക്കറിയാം നല്ല സൈലൻസ് ആണ്. അതേപോലെ തന്നെ ധാരാളം ആനിമൽസ് അല്ല ബേർഡ്സൊക്കെ കാണാൻ പറ്റും. ലൈക്ക് പാരറ്റിനൊക്കെ നമ്മൾ കണ്ടു. സോ വളരെ കാമായിട്ടുള്ളൊരു ഏരിയ ആണിത്. Hey guys, this is actually not a monochromatic video കേട്ടോ. റീസെൻ്റ്ലി ഞാൻ കണ്ടത് ബ്രഹ്മയുഗമാണ്. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ബ്രഹ്മയുഗത്തിൻ്റെ ആ ഒരു മോണോക്രോമാറ്റിക് സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കിയത് കേട്ടോ. സോ ദിസ് വീഡിയോ ഈസ് ആക്ച്വലി ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ കുറച്ചായി കേട്ടോ. ഫാമിലി ചെന്നൈയിലേക്ക് വന്നപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ദശാവതാരത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കല്ലൈമട്ടും കൊണ്ടാണ് ആ ഒരു സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പിച്ചൈവാരം മാംഗ്രൂവ് ഫോറസ്റ്റ് ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യും. So it's because we are exactly in this place. അതായത് നിങ്ങൾ ഈ സോങ്ങിൽ കണ്ട ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സോ ദിസ് ഈസ് പിച്ചൈവാരം മാംഗ്രൂവ് ഫോറസ്റ്റ് ആൻഡ് അതർ സ്പെഷ്യാലിറ്റി, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഇൻ ദ ഏഷ്യ. സോ ആ ഒരു പ്ലേസിലേക്കാണ് ഞങ്ങൾ ലാസ്റ്റ് മെയിനിൽ പോയത്. അതായത് ഫാമിലിയൊക്കെ അവിടെ ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരി ചിദംബരം ആ ഒരു ട്രിപ്പ് അടിച്ചു. അപ്പോൾ അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് NKS മീഡിയയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. സോ സിറ്റ് ആൻഡ് എൻജോയ്. Yeah, the excitement that you are seeing right now is a real. എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു കണ്ടൽക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തത്. ഞങ്ങളെപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഫാമിലി അവരും വളരെ എക്സൈറ്റഡ് ആണ്. ബേസിക്കലി അവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ചിദംബരത്ത് വെച്ചിട്ടാണ്. ചിദംബരത്ത് നിന്ന് ഞങ്ങൾ കയറിയ അതേ ബസ്സിൽ അവരും ഉണ്ടായിരുന്നു. സോ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ കഷ്ടപ്പെട്ട് തല തട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ വെട്ടിച്ച് പോകുന്ന ഈ ഒരു ജേണിയിൽ അവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഹൂ ഈസ് ദ ഞങ്ങളുടെ കൂടെയുള്ള ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഒരു ടീമാണ്. അപ്പോൾ അവർ കേരളം വിസിറ്റ് ചെയ്യാൻ വേണ്ടി, കേരളം മാത്രമല്ല മധുര കന്യാകുമാരി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1 മന്തായിട്ട് ഈ സൗത്തിലുണ്ട്. സോ അവരെ ഞങ്ങൾക്ക് ബൈ ചാൻസ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൽ കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ അവർ വളരെ രസകരമാണ് ആ ഒരു ഫാമിലിയിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർ ഫുൾ ഓപ്റ്റ് ചെയ്തത് ലോക്കലായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവരെ മീറ്റ് ചെയ്തു. അവർക്കും ഞങ്ങളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം കേരളത്തിലുള്ളൊരു ഫാമിലി കുറേ കാര്യങ്ങൾ ലൈക്ക് അവർ ആലപ്പുഴയിൽ പോയ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ വർക്കല ബാക്ക് വാട്ടേഴ്സൊക്കെ അവർ നോർത്തിൽ നിന്നാണല്ലോ. അപ്പോൾ അവർക്ക് ഈ കടൽ ബാക്ക് വാട്ടേഴ്സൊക്കെ വളരെ എന്താ പറയുക രസകരമായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു ആ ഒരു ട്രിപ്പ്, അവരുടെ ആ ഒരു കമ്പാനിയൻഷിപ്പ്. ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിദംബരത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അവിടുത്തെ നടരാജ ക്ഷേത്രമാണ്. അപ്പം അവിടുത്തെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് പോയി, ചിദംബരം ബസ് സ്റ്റാൻഡിൽ നിന്നും എനിക്ക് തോന്നുന്നു 11:30 ഒരു ബസ്സുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് ബസ്സുള്ളൂ കേട്ടോ. അതായത് 1 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ ബസ്സുള്ളൂ. ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകുന്നതാണ്, പിച്ചൈവാരത്തിലേക്ക്. ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പോൾ അവിടേക്കുള്ള ബസ്സിലേക്ക് കയറി. ഓക്കെ, ഏകദേശം എനിക്ക് തോന്നുന്നു 45 രൂപ എന്തോ ആണ് ചിദംബരം ടു ഈ ഒരു പ്ലേസിലേക്ക്, പിച്ചൈവാരത്തേക്ക്. 2 മണിക്കൂർ 1.5 മണിക്കൂറിനടുത്തുണ്ട് തോന്നുന്നു അങ്ങോട്ടേക്ക് യാത്ര. ഓക്കെ, സോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറുന്നു, ബസ്സിൽ മൂവ് ചെയ്യുന്നു.
ഔട്ട് നല്ല തമിഴ് ലോക്കൽ സോങ് ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ. നാട്ടിലെ എന്താ പറയുക ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. അതായത് ഒരു ബസ്സിന് വേണ്ടി മാത്രം പോകാനുള്ള പാത. 2 ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ അതേപോലെ 2 ഭാഗത്തും വരണ്ടുണങ്ങിയ വയലുകളുള്ള ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെ ത്രില്ലിംഗ് ആണ്, കാരണം തമിഴ്നാട്ടിലെ ലോക്കലായിട്ടുള്ള ഏരിയയിലൂടെയുള്ള യാത്ര. സോ ഫൈനലി വി റീച്ച്ഡ് പിച്ചൈവാരം. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ M12 എന്നുള്ള ബോട്ടിലാണ് ഞങ്ങൾ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിച്ചൈവാരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബോട്ട് ചൂസ് ചെയ്യണം. തമിഴ്നാട് ടൂറിസത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ബോട്ട്, രണ്ടാമത് റോ ബോട്ട്. റോ ബോട്ടിലൂടെ പോകുമ്പം നമുക്കറിയാമല്ലോ ഈ ഒരു വെയിലത്ത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കാരണം അത് മെല്ലെ മെല്ലെ തുഴഞ്ഞ് പോകാനുള്ളൂ. അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ആണെങ്കിൽ കൂടി ഞങ്ങൾ ഈ ഒരു മോട്ടോർ ബോട്ട് ചൂസ് ചെയ്തു. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 kilometers ഐ തിങ്ക് 45 minutes. ഓക്കെ, 45 minutes ഇവർ നമ്മളെ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിപ്പിക്കും. ഓക്കെ, മറ്റേ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ 1 kilometer മാത്രമേ പോവുള്ളൂ. അതും 45 minutes തന്നെയാണ്. പക്ഷേ വെയിലത്ത് എന്തുകൊണ്ട് നല്ലത് ഈ ഒരു റൂഫൊക്കെ ഉള്ള മോട്ടോർ ബോട്ടാണ്. സോ ദാറ്റ്സ് വൈ വി ചൂസ് ദാറ്റ്. ബോട്ടിൽ കയറിയത് മുതൽ നിർവികാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ആൾ വന്നപ്പോൾ തൊട്ട് ഈ ഒരു ബിസ്ക്കറ്റ് നിന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഉള്ള കാഴ്ചകളോ അല്ലെങ്കിൽ ബോട്ടിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റോ ഇതൊന്നും ഇയാൾക്കില്ല. ആൾ വന്നു, ബിസ്ക്കറ്റ് നിന്നു, അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യുസി ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, മീൻസ് ത്രില്ലാണ്. ബട്ട് ഈസ് സോ കൂൾ. ഞാൻ കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം ഇവർ ഈ റൂഫ് താത്താൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, കാരണം ഈ വെയിലത്ത് എന്തിനാണ് ഈ റൂഫ് മാറ്റുന്നുള്ളത്. ബട്ട് ഇനിയാണ് റെഡിക്കുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നത്. കാരണം കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് ഈ ഒരു പ്രൊസീജിയർ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ഈ ഗോപ്രോ ഒക്കെ എടുത്ത് റെഡിയായി നിന്നു, കാരണം നമുക്ക് മനസ്സിലായി ഇതുള്ളിൽ കൂടെ പോകാമെന്ന്. ഇതുവരെ കായലിൻ്റെ പുറത്ത് കൂടെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ പിക്ചർ ബീപ്പാക്കി ഹെമ്മരി തോസ് എന്നുള്ളൊരു രൂപത്തിൽ ആൾ സംഭവം കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കാൻ തുടങ്ങി. സോ റിയൽ ത്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ട് ജേണിൻ്റെ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ്. അതുവരെ വെറും നോർമലായിട്ട് നമ്മളിപ്പോൾ ബാക്ക് വാട്ടേഴ്സിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന പോലെ ലൈക്ക് സൈഡിലൂടെ മാത്രമേ പോവുള്ളൂ. നമ്മൾ ബോട്ടിൽ കൂടെ പോകുമ്പോൾ 2 ഭാഗത്തും കണ്ടൽക്കാടുണ്ടാവും. അപ്പോൾ ഇതാണ് റെഡിക്കുള്ള ആ ഒരു ബോട്ട് ജേണി.
ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകുന്നത്. സ്റ്റിൽ വേർത്തി പോകുന്നോട്ടെ. നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത് ഇങ്ങനെ? കണ്ണൂരൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ തമിഴ്നാട്ടിലെത്തിയിട്ട് ആദ്യമായിട്ട് പോകുന്നത്. അതും സൗത്ത് ഇന്ത്യ അല്ല, ഏഷ്യയിൽ തന്നെ 2ാമത്തെ ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ്. കുറേ സിനിമകളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ബോട്ടിൻ്റെ ചേട്ടൻ പറയുന്നത്. ദശാവതാരത്തിലുണ്ട്, പക്ഷെ ദശാവതാരത്തിലാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിനകത്തൊക്കെ കുറേ ഗ്രാഫിക്സ് ഒക്കെ വെച്ച് ചെയ്തതാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും രസമുണ്ട്, വെർത്താണ്. നമ്മളുള്ളിൽ കൂടെ ഇപ്പോൾ പുറത്തോട്ടേക്ക് എത്താൻ പോവാണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ തല നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ തല വന്നിട്ട് ഇതിനകത്തിരിക്കും മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വഴി തെളിച്ചതാവും പോകാൻ വേണ്ടി. ഓപ്പോസിറ്റ് വേറെ കാണുന്നില്ല. பண்ண சில இடத்துல போய் கடலை போடுற மாதிரி கமல் கட்டி போட்டு போடுற மாதிரி காமிச்சேன். அதெல்லாம் வரல, அந்த இடத்த மட்டும் செக் பண்ணிட்டேன். ഇതാണ് കമലഹാസന്റെ ദശാവതാരത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞത്. അവിടെയാണ് ആ വെള്ളത്തിലേക്ക് കെട്ടിയിടുന്നത്. പറഞ്ഞു സൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ഇത്രയും സൈലൻസ് കിട്ടിയത്. ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഡെപ്തും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഏകദേശം 3 ഫീറ്റോളം ഡെപ്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. ദശാവതാരത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതിനുള്ളിലാണ്. ഇൻസൈഡ് പോകുമ്പോൾ നമുക്കറിയാം നല്ല സൈലൻസ് ആണ്. അതേപോലെ തന്നെ ധാരാളം ആനിമൽസ്, ആനിമൽസ് അല്ല ബേർഡ്സൊക്കെ കാണാൻ പറ്റും. ലൈക്ക് പാരറ്റിനൊക്കെ നമ്മൾ കണ്ടു. സോ വളരെ കാമായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇതാണ് കേട്ടോ ശരിക്കും ഡീപ്പായിട്ടുള്ളത്. അതായത് ഒരു ബോട്ടിന് പോകാൻ വേണ്ടി, ബോട്ടിന് പോയി കഴിഞ്ഞാൽ തന്നെ 2 സൈഡും ഈ കണ്ടൽ ഫോറസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ, വേരുകൾ തട്ടും. ആ രീതിയിലാണ് പോകുന്നത്. സോ
കുനിഞ്ഞ് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ബട്ട് അടിപൊളിയായിട്ടുള്ള ട്രിപ്പാണ് ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊന്നും നമ്മുടെ നോർമൽ പാക്കേജിൽ അവർ തരില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് എക്സ്ട്രാ ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇവർ നമ്മളോട് ചോദിക്കും. നമുക്ക് ഈ നോർമൽ പാക്കേജിൽ ജസ്റ്റ് ഇതിൻ്റെ സറൗണ്ടിങ്ങിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരികയാണ് ചെയ്യുള്ളൂ. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ സംതിങ് എന്തെങ്കിലും എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവർക്ക് എക്സ്ട്രാ ഒരു 500 രൂപ, ഇവർ 600 രൂപയ്ക്കാണ് ചോദിച്ചത്, 500 രൂപയിൽ കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ നമുക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ അവർ പറയും നമുക്കിത് ബോട്ടിൻ്റെ ടൂറിസം ഒന്നും കിട്ടില്ല, നമുക്കൊന്ന് കൈ തരികയാണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ പെട്രോൾ അടിക്കാനൊക്കെ. അപ്പോൾ നമ്മളത് പറഞ്ഞ് ഫിക്സ് ആക്കി 500 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ആണ് പോയത്. ഇത് നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്, ലൈക്ക് യൂട്യൂബിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് കണ്ടില്ല, നമ്മുടെ കൂടെയുള്ള ഫാമിലി ഫുൾ റിസർച്ച് ചെയ്തപ്പം അവരും കണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബോട്ടുകാർക്ക് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും ക്യാഷ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് കാണിച്ചിരുന്നു. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. അതായിരുന്നു നോർമലി നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ലൈക്ക് ഇപ്പം കാണുന്ന ഇതുണ്ടല്ലോ, അതേപോലെ സറൗണ്ടിങ്ങിലൂടെ പുറത്തു കൂടെ കറങ്ങാൻ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ. പക്ഷേ നമ്മളൊരു ചെറിയൊരു എമൗണ്ട് അവർക്ക് പോക്കറ്റ് മണിയായിട്ട് കൊടുത്തു കഴിഞ്ഞാലും നഷ്ടമല്ല, അത് വെർത്താണ്. കാരണം ഇവിടെ വന്നിട്ട് ഈ പുറത്തു കൂടെ മാത്രം കറങ്ങാനാണ് ഇതിൻ്റെ ആവശ്യമില്ല. ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ എന്താണ് ആ ഒരു അടിപൊളിയായിട്ടുള്ള ആ ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അപ്പോൾ അത് സ്റ്റിൽ വെർത്താണ്. മീൻ പിടിക്കുന്നത് ഫോർ ഫിഷിംഗ്. യാ they bought the we saw this in Kerala. We saw this in Kerala. Kochi, Fort Kochi. Yeah, in Vandra they used to cast the same net on this. And in the morning they just pull it out. സോ ഇതാണ് കമലഹാസൻ്റെ ദശാവതാരത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞത്. അവിടെയാണ് ആ വെള്ളത്തിലേക്ക് കെട്ടിയിടുന്നത്. പക്ഷേ ആ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഗ്രാഫിക്സ് ആണ് എന്നാണ് പറയുന്നത്. എങ്ങനെ എടുക്കുന്നത് എടാ സൈലൻ്റായിട്ട് പോകാൻ முடியும். എത്തി. വാവ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് എത്താൻ പോവാണ്. എത്തി. അങ്ങനെ കണ്ടൽക്കാട്ടിൻ്റെ ഉള്ളിലോട്ടുള്ള അവസാനത്തെ ആ ഒരു ട്രിപ്പും കൂടി കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി. അപ്പോൾ അതിൻ്റെ പുറത്തെത്തിയ ആ ഒരു സൈഡിലായിട്ട് തന്നെ വേറൊരു ഷൂട്ടിംഗ് പോയിൻറ്റും ഉണ്ട്. അവിടെയാണ് തുപ്പരിവാൽ എന്നുള്ള ഏതൊരു സിനിമ നടന്നത്. എനിക്കറിയില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കൂടി ആൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തന്നു. സോ ഇതാണ് 45 മിനിറ്റ് കറക്റ്റുള്ള ആ ഒരു ജേണി കേട്ടോ. കാരണം ഞങ്ങൾ ബോട്ടിൽ കയറുമ്പോൾ തന്നെ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 45 മിനിറ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെന്നൈയിലോ പോണ്ടിച്ചേരിയിലോ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ഒരു ഇച്ചൈവാരം മാംഗ്രോവ് ഫോറസ്റ്റ്.
കാരണം നിങ്ങൾക്ക് സ്റ്റിൽ വെർത്തായിരിക്കും നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് എന്തായാലും വിസിറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം. ഇതിൻ്റെയും കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, കാരണം പോണ്ടിച്ചേരി പോയിട്ടുള്ള കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട്. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദിസ് ഈസ് അക്ഷയ് ഫ്രം എഗ്നീസ് മീഡിയ. ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് എഗെയിൻ ഇൻ പോണ്ടിച്ചേരി. Chill.